ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്ക കറിയാന്നേ. കൈപ്പക്ക കറിയെന്നോ കൈപ്പക്ക വറ്റിച്ചതെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ ചോറിൻ്റെ കൂടെ ഈ ഒരു സാധനം മാത്രം മതി, ഒരു കിണ്ണം ചോറ് വയ്ക്കുക. ശരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് ഞാൻ 2 കൈപ്പക്കയാണ് എടുത്തിന്. അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തി കഴുകിയിട്ട് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കയ്പ്പെല്ലാം കുറച്ച് കുറഞ്ഞ് കിട്ടും. നല്ല കയ്പ്പുണ്ടാവില്ലേ, അത് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ ഒരു 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് ചെറുതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി പുളി കുതിർത്തി വെക്കണം. അതിന് ഞാൻ നാരങ്ങ വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുതിർത്തി വെക്കാം. ഇനി ചട്ടി വെക്കുക. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കുക. കടുവൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളീൻ്റെ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വരില്ലേ, നെയ്യിലിട്ട മണം. അത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഉള്ളിയും തക്കാളി പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും നല്ലോണം ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കയ്പ്പൊക്കെ ഇട്ട് കൊടുക്കുക. വെള്ളമെല്ലാം മാറ്റിയിട്ട് കയ്പ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഉള്ളിയും തക്കാളിയും കയ്പ്പൊക്കെ നല്ലോണം മിക്സ് ആകുന്നവരൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. കയ്പ്പക്കെല്ലാം നല്ലോണം മിക്സ് ആക്കിയാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ച പുളി നല്ലോണം ഒന്ന് പീനിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് കയ്പക്ക വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കയ്പക്കെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല വെള്ളമെല്ലാം പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് പുളി എക്സ്ട്രാ കൂടുതൽ പുളി ഉണ്ടാവണം. എന്ന് വെച്ചാൽ കുറച്ചും കൂടി മുൻതൂക്കം ഉണ്ടാവണം പുളി, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുളിയും കൂടി ആക്കി കൊടുക്കുക. ഇതിലിപ്പോൾ കറക്റ്റാണ് പുളി, കുറച്ചൊരു മുൻതൂക്കം ഉണ്ട്. അപ്പോൾ നിങ്ങളാക്കുമ്പോൾ കുറച്ച് മുൻതൂക്കം വേണം. അപ്പോൾ ഇനി ഇത് ഇത്രയേ ഉള്ളൂ. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ മുകളിലിങ്ങനെ ആക്കി കൊടുത്താൽ നമ്മളെ കയ്പക്ക വറ്റിച്ചത് ഇവിടെ റെഡിയാണ്. കയ്പക്ക കറി ചോറിനെപ്പരെല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നോട് അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.